ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒത്തിരി റോസിൻ്റെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ തന്നെ പ്ലാൻസ് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ, അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാവും. പിന്നെ അതുപോലെ തന്നെ DTDC വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും പ്ലാൻസുകൾ അയക്കുന്നുണ്ട്. GP ആണ് കേട്ടോ നമ്മുടെ അക്കൗണ്ട് മെത്തേഡ് വരുന്നത്. അപ്പോൾ സെയിലിനായിട്ടുള്ള ആദ്യത്തെ റോസ് വെറൈറ്റി ഈ കാണിക്കുന്ന ഡബിൾ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റാണ്. തഞ്ചാവൂർ റോസ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ വലിയ പോട്ടുകളിലാണ് ഇപ്രാവശ്യം നമുക്ക് പ്ലാന്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റേറ്റ് ഇച്ചിരി കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് 130 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് പീസ് ആൻഡ് ലവിൻ്റെ തൈകളാണ് കേട്ടോ. ഒരു ഫ്ലവർ ആദ്യം വിരിയുന്ന സമയത്ത് നല്ല യെല്ലോയും പിന്നീട് ഓറഞ്ച് ഷെയ്ഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു റോസ് വെറൈറ്റിയാണ് പീസ് ആൻഡ് ലവ്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് കേട്ടോ. നല്ല വലിപ്പമുള്ള തൈകളാണ്. ഇതിനും റേറ്റ് വരുന്നത് 130 രൂപയാണ്. നിറച്ച് മുട്ടുകളും ഫ്ലവേഴ്സ് ആയിട്ടുള്ള തൈകളാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത്. അടുത്ത് വരുന്ന വെറൈറ്റി ഇതാണ് കേട്ടോ. ഇതുപോലുള്ള 2 ഷെയ്ഡിലായിരിക്കും ഫ്ലവർ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് സെയിം സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും അയക്കുന്നത്. ഇതിനും റേറ്റ് വരുന്നത് 130 രൂപയാണ്. നല്ല വലിപ്പമുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് കേട്ടോ. ഇതാണ് അതിലുണ്ടാകുന്ന ഫ്ലവേഴ്സ്. ഇതിനും റേറ്റ് വരുന്നത് 130 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മുടെ പച്ച റോസാണ്. ഗ്രീൻ റോസ് ആരൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പുതിയ ലോഡിൽ ഗ്രീൻ റോസ് എത്തിയിട്ടുണ്ട്. ഇത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 130 രൂപയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈകളാണ്. അപ്പോൾ ലീഫും അതുപോലെ തന്നെ ഫ്ലവറും പച്ച കളറിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 130 രൂപയാണ്. അടുത്തത് ഒരുപാട് പേര് വാങ്ങാൻ ആഗ്രഹിക്കുന്ന റെഡ് പിനാക്കി റോസാണ് കേട്ടോ. അപ്പോൾ ഒരു നാടൻ റോസിൻ്റെ വെറൈറ്റി തന്നെയാണ്. അധികം രോഗങ്ങളൊന്നും കണ്ടുവരാത്തൊരു ചെടിയാണ് റെഡ് പിനാക്കി റോസ്. അതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 130 രൂപയാണ്. നിറച്ച് മുട്ടുകളും ഫ്ലവേഴ്സുമായ തൈകളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത്. അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മുടെ 7 ഡേ റോസാണ്. അപ്പോൾ 7 ദിവസം ഇതിൻ്റെ പൂക്കൾ പൊഴിയാതെ നിൽക്കും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ്. വലിയ പോട്ടിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്ലാന്റുകൾക്ക് ഇത്തിരി റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ്. ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. റേറ്റ് വരുന്നത് 130 രൂപ. നമ്മുടെ വീഡിയോസ് കാണുന്നതിനൊപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാവുന്നതാണ്. അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഈ യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന റോസിൻ്റെ തൈകളാണ് കേട്ടോ. മാംഗോ യെല്ലോ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. റോസയുടെ വലിപ്പം അറിയാൻ വേണ്ടി നമ്മളൊരു 4 പ്ലാന്റ് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള ചെടികളെക്കാളും അല്പം വലിപ്പം കുറവാണ്. എന്നാലും ഇതിന് റേറ്റ് വരുന്നത് 130 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്ലാന്റിനാണ് റേറ്റ് വരുന്നത് 130 രൂപ. നിറച്ച് പൂക്കളും മൊട്ടുകളുമായിട്ടുള്ള തൈകളാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണേ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റോസിൻ്റെ കളക്ഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതല്ലാതെ വേറെ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. കാറ്റലോഗ് ഉണ്ട് കേട്ടോ. കാറ്റലോഗ് വഴി നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ്. അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഡബിൾ ഡിലൈറ്റിൻ്റെ തൈകളാണ്. അപ്പോൾ വൈകിട്ടാണ് ഇതിൻ്റെ വീഡിയോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത്ര ക്ലിയർ കാണത്തില്ല. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത്. ഇതുപോലെ ഡബിൾ കളറിലായിരിക്കും ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത്. നല്ല വലിപ്പമുള്ള തൈകളുമാണ്. അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 130 രൂപയാണ്. ഇതിൻ്റെ ഒരു പ്ലാന്റിനായിരിക്കും 130 രൂപ വരുന്നത്. നമ്മളിങ്ങനെ എടുത്ത് പറയാൻ കാരണം 3 പ്ലാന്റൊക്കെ കാണിക്കുമ്പോൾ 3നും കൂടിയാണോ 130 എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അടുത്തത് നമ്മുടെ നാടൻ റോസായ ക്രീപ്പർ പ്ലാന്റ് ആണ്. അതും റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ക്രീപ്പർ റോസിൻ്റെ തൈകൾ ഒരുപാട് നമുക്ക് സ്റ്റോക്കുണ്ട്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല വലിപ്പമുള്ള തൈകളാണ്. അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത്. അപ്പോൾ റേറ്റ് വരുന്നത് 110 രൂപയാണ്. വള്ളി റോസ് ആയതുകൊണ്ട് തന്നെ ഇതിന് സ്റ്റെമ്മിന് കട്ടി കുറവായിരിക്കും. അപ്പോൾ ഇത് വീണ് കിടക്കുന്ന അവസ്ഥയിലായതുകൊണ്ട് തന്നെ സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ കെട്ടിയിട്ടുണ്ട്. ഈ സ്റ്റിക്കോട് കൂടിയായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അയച്ചു തരുന്ന മണ്ണ് കളയരുത്. ആ മണ്ണോട് കൂടി വേണം പോട്ട് ചെയ്യാൻ. ഇപ്പോൾ വളങ്ങളൊന്നും ചേർക്കേണ്ട. സാധാരണ മണ്ണിൽ മാത്രം പോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ കാണിക്കുന്നതാണ് കേട്ടോ പ്ലാന്റ് സൈസ്. അടുത്തത് അഹല്യ റോസിൻ്റെ തൈകളാണ് കേട്ടോ. ഇതൊരു റോസ് കളറിലുള്ള ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് 130 രൂപയാണ്. അടുത്തത് ഒരുപാട് പേര് ചോദിച്ച നമ്മുടെ നാടൻ യെല്ലോയുടെ തൈകളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വളരെ കുറച്ച് തൈകൾ മാത്രമേ നമുക്ക് സ്റ്റോക്കുള്ളൂ. അപ്പോൾ പ്ലാന്റ് സൈസ് തൈ കാണിക്കുന്നതാണ്. ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 150 രൂപയാണ് കേട്ടോ.
ഇതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ്, കമ്പ് വെട്ടിപ്പിടിപ്പിച്ച തൈകളാണ്. അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. അടുത്തതും നാടൻ റോസാണ്. പനിനീർ റോസിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഇതും കമ്പ് വെട്ടിപ്പിടിപ്പിച്ച തൈകളാണ്, നല്ല മണമുള്ള ഫ്ലവേഴ്സാണ്, നാടൻ റോസാണ്. അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാൻ സൈസ് വരുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 130 രൂപയാണേ. അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് സ്നോ വൈറ്റ് റോസ് അല്ലെങ്കിൽ സമ്മർ സ്നോ അല്ലെങ്കിൽ പേപ്പർ റോസ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റാണ് കേട്ടോ. ഇതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ്. ഇതിനും റേറ്റ് വരുന്നത് 130 രൂപയാണേ. അടുത്ത പ്ലാന്റ് വരുന്നത് ഇതാണ്, റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന റോസിൻ്റെ തൈകളാണ്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 130 രൂപയാണ് കേട്ടോ. പ്ലാന്റ് സൈസ് ഇതിലെടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്, എന്നാലും അത്യാവശ്യം വലുപ്പമുള്ള തൈകൾ തന്നെയാണ്. പിന്നെ ഈ കാണുന്ന ക്രീപ്പർ റോസിൻ്റെ കുറച്ച് കട്ടിങ് നമുക്ക് കൊടുക്കാനായിട്ടുണ്ട്. കാശിനല്ല, ഫ്രീ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ റോസ് ഓർഡർ ചെയ്യുന്നവർ ഇതിൻ്റെ കട്ടിങ് ആവശ്യമുള്ളവർ അതും കൂടെ ചോദിച്ചോളൂ. വലിയ കമ്പുകളാണെങ്കിൽ 2 ആയിരിക്കും, ചെറുതാണെങ്കിൽ 2 or 3 ഒക്കെ വെച്ച് തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാൻസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.